ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇൻഡോമി ബാഗിൻ്റെ കഥയാണ് കേട്ടോ. ഈ ഇൻഡോമി ഇല്ലേ, അത് ഒരു ബണ്ടിൽ എന്ന് പറയുമ്പോൾ ഒരു 4 എണ്ണത്തിൻ്റെ ഒരു ബണ്ടിലാണ്, 4 5 എണ്ണത്തിൻ്റെ കേട്ടോ. അങ്ങനത്തെ 4 പാക്കറ്റ് മേടിക്കുമ്പോഴത്തേക്ക് ഒരു ബാഗ് ഫ്രീ കിട്ടുമായിരുന്നു കേട്ടോ. 2 കളിയൊക്കെ ഉള്ള ഒരു സൂപ്പർ ബാഗായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇൻഡോമി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഇൻഡോമി എന്ന് എഴുതിയേക്കണ കണ്ടിട്ട് ഒരു ദിവസം ഞാൻ സ്കൂളിൽ കൊടുത്തു വിട്ടിട്ടുള്ളൂ. ദൈവമേ, ഇവിടുത്തെ പിള്ളേരൊക്കെ എന്താ സ്മാർട്ട്നെസ് എന്ന് എനിക്കറിയില്ല. അവരെല്ലാവരും കൂടെ പൊഞ്ചിനെ കളിയാക്കി, ഇൻഡോമിയുടെ കൂടെ ഫ്രീ കിട്ടിയതാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പാവം പൊഞ്ചി വൈകുന്നേരം വന്നിട്ട് എന്നോട് ഭയങ്കര കരച്ചിലായി. ഞാൻ ഇത്രയും വലിയ പ്രശ്നമാണോ എന്നൊക്കെ. നമ്മുടെ ഈ ഇന്ത്യയിലൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഫ്രീ കിട്ടി അത് കൊണ്ടു ചെന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും കളിയാക്കിയൊന്നും എനിക്കിതുവരെ അറിയില്ല. ഫ്രീ കിട്ടണം നമുക്ക് വലിയ കാര്യമായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ ഫ്രീ കിട്ടിയതൊക്കെ ഉപയോഗിക്കുന്നത് ഒരു വലിയ തെറ്റാണ്. അപ്പോഴത്തേക്കും ഭയങ്കര കളിയാക്കലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേലക്കാരത്തേക്ക് ഒരു കുഞ്ഞുണ്ട്, അപ്പോൾ അവർക്കൊന്നും ബാഗ് തന്നെ ഇല്ല, അത്രയും അവസ്ഥയില്ല. അപ്പോൾ ഞാൻ പിന്നെ അവർക്ക് കൊടുത്തു കേട്ടോ ഈ ബാഗ്. അത് പറയുമ്പോൾ ഇവിടുത്തെ ഒരു കഥ കൂടി ഞാൻ പറയാം. ഇവിടെ ഫ്രീ കിട്ടേണ്ടതൊക്കെ വളരെ ചുരുക്കമാണ്. എന്തെങ്കിലും ഫ്രീ കിട്ടിയാൽ എനിക്കൊരു പരിചയമില്ല. നമ്മുടെ നാട്ടിലേക്ക് ഒരു കവറെങ്കിലും ഫ്രീ തരില്ലേ, അങ്ങനെ ഒന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു ഫ്രീ കിട്ടുമ്പോഴത്തേക്ക് എനിക്ക് അത്ഭുതമായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഹോർലിക്സിൻ്റെ കൂടെ സ്പൂൺ ചിലപ്പോൾ കിട്ടും, എന്തെങ്കിലുമൊക്കെ ഫ്രീ കിട്ടും. അതുകൊണ്ടൊന്നും ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നമ്മുടെ സ്കൂളിലൊക്കെ അല്ലേ. ചിലപ്പോൾ പെൻസിൽ മേടിക്കുമ്പോൾ റബ്ബർ ഫ്രീ കിട്ടും, അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ അതൊക്കെ വലിയ പ്രശ്നമാണ് കേട്ടോ. അപ്പം ഇവർ സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ പുതിയത് കാശില്ലേലും അവർ യൂണിഫോം പുതിയതായിരിക്കും, ബാഗ് പുതിയതായിരിക്കും, ഷൂസ് പുതിയതായിരിക്കും. നമ്മൾ ചിലപ്പോൾ സ്കൂബിഡയുടെ ബാഗൊക്കെ മേടിക്കണമെങ്കിൽ അടുത്ത വർഷം ഉപയോഗിക്കാൻ പറ്റൂലേ, കാരണം അത്ര ക്വാളിറ്റി ഉണ്ടായിരിക്കും സ്കൂബിഡയുടെ ബാഗിന്. അപ്പം ഞാൻ 5ാം ക്ലാസ്സിൽ ഉപയോഗിച്ച് തന്നെ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ സ്കൂബിഡയുടെ ബാഗ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അത് പറ്റില്ല. ഇവിടെ അടുത്ത വർഷം അതുകൊണ്ട് തന്നെ ചെന്നിട്ടുണ്ടെങ്കിൽ പിള്ളേർ കളിയാക്കും. കാരണം ഇവർക്ക് സ്കൂൾ തുറക്കുന്നത് ഒരു ഉത്സവം പോലെയാണ്. അതുപോലെ തന്നെ ചെറിയ സ്കൂൾ തൊട്ട് തന്നെ ഗ്രാജുവേഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഗ്രാജുവേഷനൊക്കെ അമ്മയും അച്ഛനും അച്ഛൻ്റെ അമ്മയും എല്ലാവരും വരും. അതൊക്കെ ഇവർക്കൊരു ഉത്സവമാണ്. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ ഫണ്ണി കഥകളുമായി വീണ്ടും കാണാം.